അഖണ്ഡ സാമ്രാജ്യ യോഗമുള്ള രാശികൾ. പേര് പോലെ തന്നെ ഖണ്ഡിക്കാൻ പറ്റാത്ത സാമ്രാജ്യത്തിൻ്റെ ഉടമകളാകുന്നവരാണ് ഈ രാശിക്കാർ. രാശിചക്രത്തിലെ 12 രാശികളിൽ വെറും 4 രാശിക്കാർക്കാണ് ഈ യോഗം പരമപ്രദാനം ചെയ്തിട്ടുള്ളത്. സ്ഥിരരാശിക്കാരായ ഈ നക്ഷത്രക്കാർ ആരാണെന്ന് നോക്കാം. അതിനു മുമ്പായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ യോഗത്തിൽ പിറന്നവർക്ക് ഏത് സദസ്സിൽ ചെന്നാലും ഒരു മാന്യമായ വില കിട്ടും. ഏവരുടെ ശ്രദ്ധയും അതുപോലെ തന്നെ ആകർഷണ കേന്ദ്രവും ഇവരാകും. ഇവർ ഏർപ്പെടുന്ന ഏത് കർമ്മ മേഖലകളിലും ഒരു സാമ്രാജ്യത്വം ഇവർ സ്ഥാപിക്കും. നാടിൻ്റെയോ രാജ്യത്തിൻ്റെയോ പ്രസ്ഥാനങ്ങളുടെയോ നേതാക്കന്മാരായി ഇവരുണ്ടാകും. ഇവരുടെ കീഴിലുള്ള അണികൾ ഇവർക്കൊരു നായകത്വം നൽകും. ഇന്ന് കാണുന്ന പല നേതാക്കന്മാരുടെയും ഉന്നത പദവിയിലും സ്ഥാനമാനങ്ങളിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെയും ജാതകങ്ങൾ പരിശോധിച്ചാൽ ഈ യോഗം കാണാം. സ്ഥിരചിത്തതയും സമചിത്തതയോടു കൂടിയുള്ള ഇവരുടെ പ്രവർത്തനങ്ങളാണ് സർവകാര്യ വിജയത്തിനും നിദാനം. ഈ യോഗം വർക്കൗട്ടാകുന്നത് ഇടവം, ചിങ്ങം, വൃശ്ചികം, കുംഭം രാശികൾ ലഗ്നമായി വരുന്നവർക്കാണ്. 2, 9, 11 ഈ ഭാവാധിപന്മാരെങ്കിലും ക്ഷേത്രബലവാനായ ചന്ദ്രകേന്ദ്രത്തിൽ വരണം. 2, 5, 11 ഈ ഭാവങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ അധിപൻ വ്യാഴമായിരിക്കണം. ഇപ്രകാരം ഗ്രഹസ്ഥിതി ഒത്തുവന്നാൽ അഖണ്ഡ സാമ്രാജ്യയോഗം സിദ്ധിക്കും. ഈ 4 ലഗ്നക്കാർക്കല്ലാതെ വേറെ ആർക്കും ഈ യോഗം ലഭിക്കുകയില്ല എന്ന് സാരം. അഖണ്ഡ സാമ്രാജ്യയോഗമുള്ളവരുടെ ജാതകങ്ങൾ പരിശോധിച്ചാൽ അതിൽ ചക്രവർത്തി യോഗങ്ങളുള്ളതായി കാണാൻ സാധിക്കും. അതായത് ഇത് രണ്ടും ഒരുമിച്ച് ഉണ്ടാകുമെന്ന് സാരം. വിധാതാവിൻ്റെ വ്യത്യസ്ത നിയതികളോട് ജനിക്കുന്ന ഇവർ കർമ്മ മേഖലകളിലും ഈ ഭൂമണ്ഡലത്തിലും ഒരുപാട് പ്രത്യേകതകളും സവിശേഷതകളും ഉണ്ടാക്കണമെന്നാണ് അയാൾ തീരുമാനിക്കുന്നതെന്ന് സാരം. അഖണ്ഡ സാമ്രാജ്യ യോഗമുള്ള ലഗ്ന രാശിയെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇടവം, ചിങ്ങം, വൃശ്ചികം, കുംഭം ഇവരാണവർ. പലവിധ യോഗങ്ങളിലും വളരെ അപൂർവമായി സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു യോഗമാണ് ഈ അഖണ്ഡ സാമ്രാജ്യ യോഗം. ഇതുള്ളവർ വളരെ വലിയ ഭാഗ്യമുള്ളവർ തന്നെ എന്ന് വേണം പറയാൻ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ വിവരങ്ങൾ ഇതിലൂടെ പങ്കുവയ്ക്കാം. നന്ദി, നമസ്കാരം.